മനുജ ഒരു സമയത്ത് കോളിളക്കം സൃഷ്ടിച്ച കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു ബാലരാമപുരത്തെ 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ മരണം. ഉം. അത് കിണറ്റിൽ നിന്ന് ജനുവരി 30-ാം തീയതി ഈ വർഷം ജനുവരി 30-ാം തീയതി കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉം. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം അവസാനം എത്തിപ്പെട്ടത് സ്വന്തം കുടുംബത്തിലേക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വാർത്തകൾ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. അതായത് കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി ജയിൽ സന്ദർശനത്തിനിടെ ഈ ഈ കുറ്റത്തിന്റെ അതായത് പ്രതിയെന്ന് കണക്കാക്കപ്പെടുന്ന ഹരികുമാർ ഈ ഉം. കുട്ടിയുടെ അമ്മാവനാണ്. ഉം. ഹരികുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ പുതിയൊരു ഉം. വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഉം. അതായത് അന്ന് പോലീസ് കേസന്വേഷണത്തിൽ ഹരികുമാറാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് ജയിലിലടച്ചത്. പക്ഷേ ഇപ്പോൾ ഹരികുമാർ പറഞ്ഞിരിക്കുന്നത് അമ്മ തന്നെയാണ്, കുട്ടിയുടെ അമ്മ ശ്രീതു തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നാണ്. ഉം. അപ്പോൾ ഹരികുമാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ടല്ലോ. അന്ന് സഹോദരിയുമായിട്ട് അമ്മ അതായത് ദേവന്ദുവിന്റെ അമ്മ അതായത് സഹോദരി ശ്രീതുവുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന അതെ, തരത്തിലുള്ള അതെ. വാർത്തകൾ വന്നിരുന്നു. മാത്രമല്ല അത് അത്രയും ഒരു സഹോദരി സഹോദരൻ സ്നേഹമാണെന്നുള്ളതിൽ അങ്ങനെ പലതരം ആരോപണങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അത് ചർച്ചകൾ മാത്രമാണ്. നമുക്ക് അത് സ്ഥിരീകരിക്കാനുള്ള കാര്യങ്ങൾ കിട്ടില്ല. പോലീസിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ കടന്നു ചെല്ലുന്നില്ല. മാത്രമല്ല ശ്രീധുവിലേക്ക് അന്വേഷണം വന്നപ്പോഴും അഭ്യൂഹങ്ങൾ ഒരു എന്ത് പറയാനാണ് ഒരു വ്യക്തതയില്ലായ്മ വരുന്നുണ്ട്. ഉം. അങ്ങനെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പ്രതിയാക്കിയെടുത്തത്. അപ്പോൾ ഈ നിർണായക സമയത്താണ് ഇപ്പോൾ അമ്മ ശ്രീധുവിന്റെ പേര് ഇതിനകത്ത് ഹരികുമാർ പറയുന്നത്. ഉം. ഹരികുമാറിന് മാനസിക വിഭ്രാന്തി എന്നടക്കമുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് വിദഗ്ധരൊക്കെ കണ്ടെത്തി അങ്ങനെ പ്രശ്നമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇപ്പോൾ ശ്രീധു കൂടി ഇതിനകത്ത് കടന്നു ഉം. വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്ത ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് നോക്കൂ, ഈ ബാലരാമപുരം കേസ് നടക്കുന്ന ദിവസം അന്ന് ടിവി ഷിഫ്റ്റിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. വളരെ വേദനയോടെ കൂടി വാർത്ത വായിച്ച ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കുട്ടീനെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് ആദ്യം വരുന്നത്. പിന്നീട് അന്വേഷണത്തിനൊടുവിൽ കുട്ടി കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ആദ്യം അമ്മയെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊന്നും അറിയില്ല. കൂടെ കിടന്നുറങ്ങുകയായിരുന്നു കുട്ടി. പിന്നെ കാണുന്നില്ല എന്നൊരു കഥ പറയുന്നു. പോലീസ് എന്തായാലും സ്വാഭാവികമായി 2.5 വയസ്സുള്ള ഒരു കുട്ടി നടന്നു പോയി ഉം. കിണറ്റിൽ ചാടില്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലെത്തി. ശ്രീധുവിനെയാണ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീധു അമ്മാവൻ ഹരികുമാറിലേക്ക് വിരൽ ചൂണ്ടുന്നു. അമ്മാവൻ ഹരികുമാറിന് ഈ കുട്ടീനെ ഇഷ്ടമല്ലായിരുന്നു. കുട്ടിയെ നിരന്തരമായി ഉപദ്രവിക്കുമായിരുന്നു. കുട്ടി എന്താണ് പായയിൽ മൂത്രം ഒഴിച്ചതിനൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ചോദ്യം എന്നൊരു ഇതിലേക്ക് വരുന്നു. സ്വാഭാവികമായും ഹരികുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഹരികുമാർ നൽകുന്ന കുറച്ച് മൊഴികളുണ്ട്. ഹരികുമാറിനും ശ്രീധുവിന്റെ വീട്ടുകാര്, നാട്ടുകാരൊക്കെ നൽകുന്ന ഒരു മൊഴികളിലൊക്കെ അടിസ്ഥാനത്തിൽ ഹരികുമാറിന് സഹോദരിയായ ശ്രീധുവിനോട് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെന്നും കുട്ടി അതിനൊരു തടസ്സമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഹരികുമാർ കുട്ടിയെ ഒഴിവാക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്നൊരു നിഗമനത്തിലെത്തുന്നത്. പക്ഷെ അന്നും അത് സംശയത്തിന് അതിന്റെ ഒരുപാട് സംശയങ്ങൾ നിഴലിക്കുന്നുമായിരുന്നു. അതൊരു വിശ്വസനീയമായൊരു ഒരു ഒരു മൊഴിയായിരുന്നില്ല. കാരണം ഹരികുമാർ ആദ്യം മുതൽ തന്നെ ഒരു അസ്വാഭാവികമായ നേച്ചറുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് കാരണം നിരന്തരമായി കരയുന്ന, ബഹളം വയ്ക്കുന്ന, ഒരു മാനസിക നില അപക്വമായി നിലനിൽക്കുന്ന ഒരു ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിവൈകല്യമുണ്ടോ എന്ന് വരെ തോന്നിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഹരികുമാർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പുറമേ നിന്ന് നോക്കുന്ന ആൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. തുടർച്ചയായും പിന്നീട് വന്നൊരു കാര്യമാണ് ഈ ശ്രീധുവും അറസ്റ്റിലാവുന്നത്. പക്ഷേ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ശ്രീധു ബന്ധപ്പെട്ടാണ്. അറസ്റ്റിലാവുന്നത്. അതായത് കോടതിയിൽ ഒരാളുടെ മൊഴി വാലിഡേറ്റ് ആവുന്നത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു കള്ളന്റെ മൊഴി ഒരിക്കലും വാലിഡേറ്റ് ആവില്ല. ശ്രീതു ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. അപ്പോൾ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു മുഴുവനായി. അപ്പം അപ്പോഴേ നമ്മൾ ഡെസ്കിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴും പല നിരീക്ഷണങ്ങളിലുമൊക്കെ ശ്രീധുവിന് ഇൻഫ്ലുവൻസിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രാഥമിക നിഗമനം നമ്മൾ നടത്തുമല്ലോ സ്വാഭാവികം. നമ്മൾ ഒരുപാട് ഇതുപോലെയുള്ള കൊലപാതകം കാണുമ്പോൾ സ്വന്തം മകൾ അത്രയും മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സ്വന്തം മകളെ പെട്ടെന്ന് കാണാതെ പോകുന്നു. അടുത്ത് കിടക്കുമ്പോൾ അറിയാതെ കുട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രീധു ഇത് അന്വേഷിച്ചില്ലേ? അത് മാത്രമല്ല ശ്രീധുവിന്റെ വിഷ്വൽസ് ഉണ്ട്. ഒരുപക്ഷേ മാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശ്രീധു കരയുകയോ ബഹളം വെക്കുകയോ കുട്ടി പോയതിൽ ഒരു ടെൻഷൻ കാണിക്കുകയൊന്നും ചെയ്യാത്ത ശ്രീധുവിനെയാണ് കാണുന്നത്. മൊത്തത്തിൽ ദുരൂഹതകളായിരുന്നു ശരത്ത്. അതുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. മറുനാടന്റെ ടീം ഉൾപ്പെടെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ട്വിസ്റ്റ് അത് സ്വാഭാവികമായ പ്രതീക്ഷ. എനിക്ക് തോന്നുന്നു ഇനിയും നുണപരിശോധന അടക്കമുള്ള നടത്തുമെന്ന് തോന്നുന്നു അല്ലേ? ശ്രീധുവിനെയും അതുപോലെ തന്നെ ഹരികുമാറിനെയും ചേർത്ത് വെച്ച് ഇനി നുണപരിശോധന നടക്കുന്നുണ്ട്. ഉം. എന്നാൽ പോലും അതിനകത്തൊരു കൃത്യമായ ഉത്തരം കിട്ടണമെന്ന് ഇല്ല. അതും നേരിയ സാധ്യത ഉം. മാത്രമാണ്. ഇതിനകത്ത് തന്നെ പോലീസിന് പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അന്വേഷണ സംഘത്തിന് നേരിട്ട് മാധ്യമങ്ങളുമായിട്ട് ഇടപെടാൻ ഇപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാൻ ഇതുള്ള പ്രശ്നങ്ങളുണ്ട്. ഉം. മാത്രമല്ല ഇവിടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷേ സത്യം ഉടൻ തെളിയുമെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഈ ഒരു വിഷയം നമ്മളിപ്പോൾ
അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു എന്നുള്ള വാർത്തയൊന്നും ഇപ്പോൾ അത്രയും എന്താ പറയുകയാണ് വ്യത്യസ്തമല്ല. ഇപ്പോൾ ഉം. ഇപ്പം ഇതായിട്ട് കേൾക്കുന്നുണ്ട്, കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശ്രീതു ഇനി അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇതിനകത്ത് അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പോൾ ഹരികുമാറിന്റെ ഈ വാദങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇപ്പോൾ ഇത്രയും കൗതുകത്തോടെ നോക്കുന്നത്. മാത്രമല്ല റൂറൽ എസ് പിക്ക് ഈ ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ ഉം. വ്യക്തമായ കാരണങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കണമെന്ന് ഉം. വിശ്വസിക്കുന്നു. അതായത് പക്ഷെ അതിനകത്തൊരു അതുകൊണ്ടായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം ശരത്, ഇവര് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയായിരുന്നു. ഉം, അതിൽ ഈ അമ്മാവൻ ഹരികുമാറിനെ മാത്രം വെച്ചിട്ടുള്ള ഉം. അദ്ദേഹം മാത്രമാണ് പ്രതി, കൊലപാതകം നടത്തിയത് ഹരികുമാർ ആണെന്നുള്ളൊരു അസംഷനിലാണ് പോലീസ് കുറ്റപത്രം എഴുതി തയ്യാറാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും കുറ്റപത്രം ഇനി അത് സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ പൂർണ്ണമായും ആദ്യഘട്ടം മുതൽ തന്നെ ഒരു അന്വേഷണം വീണ്ടും നടത്തുകയാണ്. അപ്പോൾ ഇത് കേരള പോലീസിന്റെ വീഴ്ചയായിട്ട് പറയാൻ പറ്റുമോ? കാരണം ഇത് സാധ്യതകളൊക്കെ അന്വേഷിക്കേണ്ടതല്ലായിരുന്നു. ഇതിനകത്ത് തെളിവുകൾ കിട്ടുക എന്നുള്ളത് ഇപ്പൊ ഈ വാക്കാലുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ശ്രീതു പറയുന്നു ഹരികുമാറാണെന്ന്, ഉം. ഹരികുമാർ പറയുന്നു ശ്രീതു ആണെന്ന്. അപ്പോൾ ഇനിയും നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ വാക്കാലെടുത്ത ഉം. തെളിവുകളാണ് പോലീസിന് മേലുള്ളത്. അല്ലാണ്ട് ഒരു CCTV ദൃശ്യങ്ങളോ ഉം. അങ്ങനെയുള്ളൊരു വീടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഉം. സാക്ഷികൾ വേറെ ഉണ്ടാകില്ല. ഉം. അപ്പോൾ പിന്നെയുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രം വെച്ചേ പോലീസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന ശ്രീധുവിന്റെ മൊഴി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം പറഞ്ഞത് ഇപ്പോൾ വഴിവിട്ട ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പോലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹരികുമാറിലേക്ക് കാര്യങ്ങൾ ഉം. എത്തുകയുള്ളൂ. അപ്പോൾ ഹരികുമാറിന് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൊഴി, അതായത് ഇപ്പോൾ ശ്രീധുവാണ് ഇതിനകത്ത് ചെയ്തത് എന്ന് വാക്കാൽ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ തെളിവുകൾ ഹരികുമാറിൽ നിന്നുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ശ്രീധു പറഞ്ഞ പോലെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ അതിനകത്ത് ശ്രീധു ഇൻവോൾവ് ആണോ എന്ന് ഉം. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മാത്രമല്ല കോടതിയിൽ വാക്കുകളല്ല, ഇപ്പോൾ അവിടെ തെളിവുകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ട് ഇപ്പോൾ രണ്ടുപേരും നേർക്കുനേർ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിഭാഷകർ എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുന്നത് അതുപോലെ ഇരിക്കും കാര്യങ്ങൾ. വസ്തുതകൾ നിരത്തി, തെളിവുകൾ നിരത്തി കോടതിയിൽ പ്രകടനം നടത്തുന്നത് പോലെ ഇരിക്കും അവരുടെ ആരാണ് ഇതിനകത്ത് കുറ്റക്കാരെന്ന് കണ്ടെത്തൽ. അതുവരെ ഒരു അഭ്യൂഹം, അതേ ഒരു ദുരൂഹതയായിട്ട് തന്നെ ഇത് തുടരുമെന്ന് തോന്നുന്നുണ്ട്.